അഗ്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കാത്തിരുന്ന കേറ്ററ്റിന്റെ റിസൾട്ട് പരീക്ഷ ഭവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് നോക്കി വിജയിച്ചവരും പരാജയപ്പെട്ടവരും റിസൾട്ട് കിട്ടാത്ത ആളുകളും എന്ത് ചെയ്യുക, ലാസ്റ്റ് വരെ ഒന്ന് വീഡിയോ കാണുക. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാള് കാത്തിരുന്നിട്ടാണ് അല്ലെ പ്രൊവിഷണൽ ആൻസർ കീയും റെക്ടിഫൈഡ് കീയും ഒക്കെ വന്നതിന് ശേഷം നമുക്ക് റിസൾട്ട് വന്നിട്ടുള്ളത്. റിസൾട്ട് പരീക്ഷാ ഭവന്റെ സൈറ്റിൽ നിങ്ങൾക്ക് നോക്കാം. അവിടെ നിങ്ങളുടെ റോൾ നമ്പറും അതുപോലെ തന്നെ ഏത് കാറ്റഗറി ആണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് അവിടെ എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോ എലിജിബിലിറ്റി നേടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ആ റിസൾട്ട് നോക്കുമ്പോൾ അറിയാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കേട്ടിട്ട് നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് ആ സന്തോഷം ഞങ്ങളുടെ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോ നമുക്കൊരു സന്തോഷമുള്ള, നിങ്ങൾ പാസ്സായി എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. എന്തായാലും വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇനി റിസൾട്ട് കിട്ടാത്ത ആളുകൾ, ചില ആളുകൾക്ക് ഇപ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സൈറ്റ് എറർ ആകും. പക്ഷെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, റിസൾട്ട് നോക്കാവുന്നതാണ്. പിന്നെ വിജയിച്ച ആളുകൾ, പരാജയപ്പെട്ടവർ ചിലപ്പോൾ 1-2 മാർക്കിനൊക്കെ പോയവർക്കൊക്കെ നല്ലൊരു വിഷമം ഉണ്ടാവും അല്ലെ, ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നിരാശപ്പെട്ട് മാറി നിൽക്കരുത്. അടുത്തൊരു കേറ്റിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. എവിടെയാണ് നിങ്ങൾക്ക് കുറവ് സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, അടുത്തൊരു കേറ്ററ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ആരംഭിക്കുക. കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഒരിക്കലും നിങ്ങൾ ഇനി കേറ്റിട്ട് എഴുതുന്നില്ല എന്നുള്ള തീരുമാനങ്ങളൊന്നും ദയവ് ചെയ്ത് എടുക്കരുത്. ഒരു പരാജയമോ 2 പരാജയമോ കൊണ്ട് നമ്മുടെ അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഇനിയും നമുക്ക് ഇപ്പൊ ഈ പ്രാവശ്യം തന്നെ കേറ്റിട്ട് പാസ്സായി കഴിഞ്ഞാൽ ഇനിയും ടീച്ചിങ് PSCകളൊക്കെ വരാനുണ്ട് അല്ലെ, LP UP ഒക്കെ വരാനുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജസ് ഒക്കെ ആയിരുന്നാലും നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് വരുന്ന ഈ ഒരു കേറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതിയെടുക്കുക കേട്ടോ. ഇനി കേറ്റിട്ട് വിജയിച്ചവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് അല്ലെ. സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടണം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പാസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് PSC പ്രൊഫൈലിൽ നിങ്ങൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കണമെങ്കിൽ, അവിടെ അപ്ലൈ നൗ എന്ന് കാണിക്കണമെങ്കിൽ നിങ്ങൾ കേറ്ററ്റ് പാസ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അതിലെ ഡീറ്റെയിൽസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ PSCയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരുന്ന PSCയിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. കാരണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് PSCയിലൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോ നിങ്ങൾ ഏത് സെന്ററിലാണ്, ആ സെന്ററിന്റെ കീഴിലുള്ള DO ഓഫീസിലാണ് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. അതിന്റെ അറിയിപ്പ് പത്രമാധ്യമങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, നമ്മൾ ചാനലിലൂടെയും അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കുട്ടികളെ അറിയിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുപോകുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല, PSC നോട്ടിഫിക്കേഷൻ അറിയുന്നില്ല, കേരളത്തിന്റെ വെരിഫിക്കേഷൻ അറിയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീ കമ്മ്യൂണിറ്റി കൂടിയുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി കൂടിയുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതേപോലെ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചിങ് നോട്ടിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, ഒന്നിൽ ചാനൽ ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കാറുണ്ട്. ഇതുപോലെ DO ഓഫീസുകളിൽ വരുന്ന നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആ ഗ്രൂപ്പുകളിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഇതേപോലെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കേട്ടിട്ട് വിജയിച്ചവരോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ പഠിത്തം ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. കേറ്ററ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങൾ ഒന്നാമത്തെ പടി നിങ്ങൾ കയറി. ഓക്കെ. ഇനി നിങ്ങൾക്ക് കയറാനുള്ളത് എന്താണ്, PSC എന്ന് പറയുന്ന ഒരു ഡ്രീമാണ് അല്ലെ. PSC നിങ്ങളുടെ ഡ്രീം അതായിരിക്കണം. ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഡ്രീം ആയിരിക്കണം എന്തുണ്ടാവേണ്ടത്, നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. ഓക്കെ. അപ്പൊ ആ ഡ്രീമിന് വേണ്ടി, ആ ഡ്രീം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടടക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത്. കാരണം ഒരു സർക്കാർ അധ്യാപകനാകുക എന്ന് പറയുന്നത്. അപ്പൊ ആ PSCക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. അല്ലാണ്ട് ഞാൻ പഠനം അവസാനിപ്പിച്ചു, ഞാൻ കേറ്ററ്റ് പാസ്സായി എന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയല്ല. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു എനർജി ഉണ്ടാവും. കാരണം കേറ്ററ്റിന്റെ റിസൾട്ട് വന്നു, പാസ്സായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവും. ആ എനർജി നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി അടുത്ത എന്റെ ലക്ഷ്യം PSC ആണ് എന്ന് മാനസികമായിട്ട് തയ്യാറെടുക്കുകയും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുകയും ചെയ്യുക. PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമല്ല പഠിക്കേണ്ടത്. നിങ്ങൾ നോക്കിക്കോ, ഈ റാങ്ക് ലിസ്റ്റിന്റെ ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുള്ള പല ആളുകളും വളരെ നേരെ തന്നെ ഒരുപാട് നേരം പ്രിപ്പറേഷൻ ചെയ്തും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നാലും എക്സാം ഡേറ്റ് വന്ന് പഠിക്കാൻ കാത്തു നിൽക്കരുത്.
നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നമ്മുടെ ബാച്ചിൽ, നമ്മുടെ അക്ലോറയിൽ PSCയുടെ ലാംഗ്വേജിന്റെ ആയിരുന്നാലും അതുപോലെ തന്നെ LP UP ജനറൽ ആയിരുന്നാലും ഒക്കെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിത്തം തുടങ്ങാം. അത് ഇതുപോലെ തന്നെ ഡ്രോയിങ്, HSC ഡ്രോയിങ്, അതുപോലെ തന്നെ സ്വിയിങ്, ഹിന്ദി, അറബി എന്ന ലാംഗ്വേജസിന്റെയും, അത് കൂടാതെ നമ്മൾ LP UP ജനറൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ എന്ത് ചെയ്യാം, നേരത്തെ പഠിച്ചു തുടങ്ങാം. ഇതിന്റെ കൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. എന്തായിരുന്നാലും വിജയിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി അവർ സ്നേഹവും സന്തോഷവും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോ പുതിയ അപ്ഡേഷൻസും ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.